ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു ഹോം സ്റ്റേയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഹോം സ്റ്റേയിൽ ഫുഡ് അവൈലബിൾ അല്ലായിരുന്നു, എന്നാലും അച്ചൂടൻ ചോദിച്ചുകൊണ്ട് ആ ഒരു ആൻറ്റി തന്നാണ്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മുടെ വാഗമണിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ടീ ലേക്കിലേക്കാണ്. ഈ ഒരു സ്ഥലം എൻ്റെ ഡ്രീം പ്ലേസുകളിൽ ഒന്നാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പക്ഷേ അതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. വാഗമണ്ണ് ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ കേട്ടോ ഈ ഒരു തടാകത്തിലേക്ക്. 3 വശവും കുന്നുകളാൽ ചുറ്റപ്പെട്ട് നടുക്കൊരു താഴ്വാരം പോലെയാണ് ഈ ഒരു തടാകം ഉള്ളത് കേട്ടോ. കുന്നുകളെന്ന് പറഞ്ഞാൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ, തേയിലേൻ്റെ കുന്നുകളാണ്. അങ്ങനെ ഞങ്ങൾ ആ തേയില കുന്നുകളിലൊന്ന് വലിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു. കയറാനൊക്കെ അത്രയും റിസ്ക്കാണ്, കാരണം കുത്തനെയുള്ള കുന്നാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയേ അല്ല കേട്ടോ. കാരണം വീഡിയോയിൽ ഇത് എനിക്ക് വളരെ ചെറുതായിട്ടാണ് തോന്നുന്നത്. പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഇത് എത്രമാത്രം വലുപ്പമുണ്ട് ആ ഒരു സ്ഥലത്തിന് നിന്ന്. പിന്നെ ഈ ഒരു സ്ഥലം എൻ്റെ ഡ്രീം പ്ലേസ് ആയിരുന്നു. അത് കയാക്കി അച്ചൂട്ട ഇവിടെ വന്നിരിക്കും. ഞാൻ പറഞ്ഞ മര്യാദ വേണ്ടാണ് സർക്കസ് കളിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് അത് നമുക്ക് പൂ കാണാനല്ലേ നമ്മൾ പോകുന്നത്, ആമ്പിൾ കാണാനല്ലേ പോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ബോട്ട് കയറുമ്പോഴും തോണി കയറുമ്പോഴും ഒക്കെ പേടിയാണ്. നീന്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാണ് എനിക്കങ്ങനെ പേടിയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അച്ചൂട്ടിനുള്ളത് കൊണ്ടായിരിക്കും. അച്ചൂട്ടിനില്ലാത്ത സമയത്ത് എനിക്ക് ഇത്രത്തോളം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാത്തിനും ഇപ്പോൾ ഒരു പേടിയാണ്. അങ്ങനെ എന്തായാലും ഈ തോണിയിൽ കയറിയ സമയത്ത് എനിക്കെന്തോ കംഫർട്ടായിട്ടാണ് തോന്നിയത് കേട്ടോ. ആ ചേട്ടൻ സാവധാനം തുഴഞ്ഞാണ് പോയത്. പിന്നെ ഈ അച്ചൂട്ടൻ വേളം വെക്കുന്നത് എന്തിനാണെന്നറിയോ? ആ തുഴയുന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ കുറച്ച് നേരം അച്ചൂട്ടനെ കൊണ്ട് തുഴയിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. വേറൊരു മറ്റേ തുഴയുന്ന സാധനം വെച്ചിട്ട് എന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എന്തായാലും അതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ ഡ്രീം പ്ലേസ് ആണെന്ന്. അത് പറയാൻ കാരണം എന്താണെന്ന് പറയുക, ഞാൻ ഈ ഷോർട്സിലും റീൽസിലൊക്കെ, ഷോർട്സ് ഈ അടുത്താണല്ലോ വന്നത്. റീൽസിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ലൊക്കേഷൻ, ആ ഒരു പാലം, ആ വീട്, അതൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് ഇതുപോലൊരു വീട് വേണം, പുഴേൻ്റെ സൈഡിൽ മലേൻ്റെ ചെരുവിൽ ഒരു കുഞ്ഞു വീട് വേണം എന്നൊക്കെ. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പം ആ ഫീലൊന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, അവിടെ പോയപ്പോൾ എനിക്കൊരു ഹൊറർ ഫീലാന്നേ. എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ഈ ഹൊറർ മൂവീസും അതുപോലെ തന്നെ കുറേ യൂട്യൂബിൽ ഈ ഹൊറർ സീരീസും അങ്ങനത്തെ ഒക്കെ കാണാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുന്നത്, തമിഴിൽ ഈ ഹൊറർ ഹണ്ടിങ് വീഡിയോസ് അങ്ങനത്തെ ഒക്കെ കാണാറുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും നമ്മൾ ആമ്പൽഫീൽഡിലൊക്കെ പോയി നമ്മൾ കറങ്ങി അടിച്ച് വന്നു. ആ ചേട്ടൻ പറഞ്ഞു നമ്മൾ രാവിലെ ഫസ്റ്റത്തെ ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ആമ്പലൊക്കെ സൈഡിൽ നിന്ന് പറിക്കാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പം മുതൽ എനിക്കൊരു ആമ്പൽ കിട്ടി അടങ്ങുമെന്ന്. പക്ഷെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. ലാസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവേ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഡ്രീം പ്ലേസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമുക്ക് നല്ല ഐഫോണിൻ്റെ ക്യാമറയും അല്ലെങ്കിൽ ക്യാമറയോ അങ്ങനെ ഡ്രോണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ എൻ്റെ ക്യാമറയിൽ പറ്റുന്ന വിധത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. ക്യാമറയിൽ എൻ്റെ സാധാരണ ഒരു കുഞ്ഞു ഫോണാണ്. അങ്ങനെ എന്തായാലും അവിടെ എത്തി. നമ്മൾ ആ വീടിൻ്റെ അടുത്തൊക്കെ എത്തി. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ നമ്മുടെ പണി എന്താ നിങ്ങളൊന്ന് കണ്ടോക്കെ. അവരെ ഷൂട്ട് കഴിഞ്ഞു. നമുക്ക് അതിലേ അമ്മേ ഇപ്പോൾ മൂക്കുടിച്ച് താഴെ ഞങ്ങൾ ആ വീടിൻ്റെ പുറകിലത്തെ തേയില കുന്നിലേക്ക് വലിഞ്ഞു കയറിയതാണ്. അതും ഇവനെയും വെച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങാൻ പെട്ട പാടൊന്നും പറയണ്ട. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. നമ്മൾ ഈ ഫോണിൽ കാണുന്ന ഒന്നുമല്ല, നേരിട്ട് തന്നെ അത് പോയി ആസ്വദിക്കണം. അപ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, ഒന്നൊന്നര ഫീലാണ്. പിന്നെ ഈ ഒരു കുന്ന് എനിക്ക് തോന്നുന്നൊരു 80 ഡിഗ്രിയെങ്കിലും ചെരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ചെരിഞ്ഞല്ല, കുത്തനെ. എന്തായാലും 90 ഡിഗ്രി കുത്തനെ അല്ല. ഡിഗ്രി തന്നെയാണോ എന്തോ, കണക്കൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണക്കിന് പണ്ടേ വീക്കാണ്. അങ്ങനെ എന്തായാലും ഞാൻ തിരിച്ചിറങ്ങുന്ന കഷ്ടപ്പാട് കണ്ടോ. എങ്ങനെയാണ് താഴെ ഇറങ്ങിയെന്ന് എനിക്ക് മാത്രം അറിയുള്ളൂ കേട്ടോ. താഴെ ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴാണ് ഞാനൊരു അതിഭീകരമായ കാഴ്ച കണ്ടത്. എന്താണെന്ന് കാണിച്ചു തരാം. ചേരുമ്പോൾ കണ്ടത് ഇതൊക്കെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ എന്തോ കിണർ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. കിണറായിരിക്കാനും ആവാതിരിക്കാനും ഞാൻ നമുക്ക് ചോദിച്ചോ.
യെസ്, അത് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു കിണറായിരുന്നു കേട്ടോ. ഞാൻ അവിടുത്തെ ആ തുഴയുന്ന ചേട്ടനോട് തന്നെ ചോദിച്ചു അതെന്തായിട്ട് അവിടെ ഒരു കിണർ പോലെ. ഞാൻ ആദ്യം വിചാരിച്ചു ഇനി വെള്ളത്തിൻ്റെ അടിയിൽ നല്ല ആഴമുള്ള സ്ഥലം അവർക്ക് അറിയാൻ വേണ്ടി കിണർ പോലെ കെട്ടിവെച്ചതാണോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞു ആദ്യം ആ വീടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കിണറായിരുന്നു. പിന്നീട് ആ ഒരു തടാകത്തിലേക്ക് വെള്ളം നിറച്ചതാണ്. നിറച്ച സമയത്ത് ആ കിണർ മൂടിയപ്പം അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ആമ്പൽ കിട്ടാത്തത് ഞാൻ പറഞ്ഞല്ലോ, അപ്പോഴേ ഉണ്ടായിരുന്നു എനിക്കൊരു തൊര ആമ്പൽ വേണം. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഒരു ആൾത്താമസമുള്ള വീടിൻ്റെ മുമ്പിലെ ആമ്പൽ ഫീൽഡിലെ ആമ്പൽ പാടത്തിലെ ആമ്പൽ പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ആ ചേട്ടൻ പറഞ്ഞു ചിലപ്പോൾ അവർ വഴക്ക് പറയായിരിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തിനാണെന്തോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ആമ്പലും പൂക്കളൊക്കെ അതിൻ്റെ ചെടിയിലിരിക്കുന്ന തന്നെയാണ് രസം. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു പറിക്കാനുള്ളൊരു ത്വര എനിക്കുണ്ട്. അതെല്ലാവർക്കും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ലേ. എനിക്കങ്ങനെ പറിച്ച് കയ്യിലൊക്കെ പിടിച്ച് അത് മണക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആമ്പലിൻ്റെ മണം ഇഷ്ടമാണ്. ആമ്പലിപ്പോൾ മണത്തിലുള്ളവരൊന്ന് പറയണേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അപ്പം ഇന്നത്തെ ടീയിലേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. എന്തായാലും വാഗമണ്ണത്തെ ഒരു വീഡിയോയും കൂടി എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മുന്നോട്ടുള്ള വീഡിയോസിന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.